ഇന്ന് ദുവയുടെ രാവിലത്തെ ഫുഡ് ഞാനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കൊടുക്കലേ ഇനിയൊക്കെ ഓൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനും ഇക്കാക്കയുടെ കുട്ടികളും കൂടി ഓളങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾക്ക് ഉറക്കം വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയി തൊട്ടിയിൽ ഇട്ടെടുത്തിട്ടോ. തൊട്ടിയിലൊക്കെ ഇട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓള് എത്രയും പെട്ടെന്ന് ഉറങ്ങും. ഓൾക്ക് ഉറങ്ങണം എന്നുള്ള ഒരു കൂസലും ഇല്ല കേട്ടോ. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതാ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കല് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇക്കാക്ക കുറച്ച് മാങ്ങ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ ഉപ്പും മുളക് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ കളയുകയും ചെയ്തിട്ട്. ഉപ്പും മുളക് ഇട്ടപ്പോൾ ഇമ്മന്നെ കൂടുതൽ കഴിക്കണം. ഇപ്രാവശ്യം ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ ഷുഗർ കുറക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മാങ്ങ കൂടുതൽ ഇമ്മ കഴിക്കണം. പിന്നെ പെരേന്നും കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിട്ട് ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരിയും വെച്ചു. അതൊക്കെ കഴിഞ്ഞേക്ക് നമ്മൾ ദുവ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാത്തൂനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടീനെ കുറച്ച് നേരം കൂടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ കുളി കഴിഞ്ഞൊക്കെ വന്നേക്ക് കുട്ടീനെ മേടിച്ചു. അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നേക്ക് ഞാൻ ചോറിന് കേട്ടോ. മീൻകറി ഉണ്ടായിരുന്നു, പക്ഷേ ഇതായിരുന്നു ഭയങ്കര രസം. അപ്പം ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചീര ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ. ഒരു മീൻ പൊരിച്ചത് കൊടുത്തു. അങ്ങനെ ചോറൊക്കെ തിന്നൽ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് അടിക്കാനൊക്കെ അറിയാം. ചെറുതായിട്ട് മേലടിയൊക്കെ അടിക്കും കേട്ടോ. അപ്പം എൻ്റെ മാക്സൊക്കെ ഒന്ന് മേലടി ഇടാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അയിമ്മ ഇരുന്നപ്പോഴാണ് തുണി എടുക്കാത്ത സത്യം എനിക്ക് മനസ്സിലായത്. അടിയിൽ നൂലില്ല എന്നുള്ളത്. പിന്നെ ഞാനത് ഇടേണ്ട മടിക്ക് ഞാനത് അടിക്കാനൊന്നും നിന്നില്ല. അതൊക്കെ അവിടെ വെച്ചിട്ട് വേഗം എടുത്ത ദൈവം എടുത്തോടുത്ത് വെക്കാറില്ലേ. ഇമ്മയുടെ സാധനങ്ങളൊക്കെ ഇമ്മ വെച്ച മാതിരി തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നാളെ അമ്മ വന്നിരിക്കുമ്പോൾ എനിക്ക് വേറെ ചീത്തയാക്കും. അപ്പോൾ അമ്മ വെച്ച പോലെ തന്നെ ഞാൻ ആ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ നേരം പോലെയാണ് വെച്ചിട്ടോ. ഉമ്മയുടെ മാക്സി മാത്രമേ ഇപ്പം അമ്മ അടിക്കലുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഉമ്മക്കിപ്പോൾ കൂടുതൽ അടിക്കാൻ വയ്യ കേട്ടോ. രാത്രി ആയപ്പോൾ പെരുന്നാളൊക്കെ വരുന്ന നഖമൊക്കെ ഒന്ന് ചോപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നഖമൊക്കെ ഒന്ന് ചോപ്പിച്ച് റെഡി ആകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.